ദുബായിലേക്കാണ് പോകുന്നത്. UAE-ലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി എന്നറിയാൻ വേണ്ടി മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്, പറയൂ. മോർണിംഗ് SKN. UAE സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ വലിയ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആക്രമണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം രാത്രി ഒരൊറ്റ തവണ മാത്രമാണ് അലേർട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതോടുകൂടി കാര്യസ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന നിലയിലേക്ക് വീണ്ടും ഒരു അലേർട്ട് വരികയുണ്ടായി. അപ്പോൾ UAE സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയൊരു ആക്രമണം ഇന്നലെ രാവിലെയോ അല്ലെങ്കിൽ അതിന് തലേ ദിവസം രാവിലെയോ നടന്ന രീതിയിൽ തീവ്രമായ തോതിലൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു, രാവിലെയും ചില കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തോതിലുള്ള ആക്രമണം രാത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റായി രാവിലെ വരുന്നത് ഖത്തറാണ്. കാരണം ഖത്തറിന്റെ പ്രധാനപ്പെട്ട ചില ഇടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് ഏതൊക്കെ കേന്ദ്രമാണ് എന്ന് അതോറിറ്റി കൃത്യമായി പറയുന്നില്ല. പക്ഷേ സ്ഥിരീകരിച്ച് തന്നെ പറയുന്നുണ്ട് ചില ജനവാസ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് ആക്രമണം പ്രതീക്ഷിച്ചുണ്ടായതാണ്, ആക്രമണത്തിന് ശേഷമല്ല, മറിച്ച് അത് പ്രതീക്ഷിച്ച് ആളുകളെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നതാണ്. അതിൽ അധികം പാനിക് ആകേണ്ട കാര്യമില്ല. സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എടുത്തൊരു തീരുമാനമാണ് എന്ന നിലയിലേക്കാണ് ഖത്തറിൽ നിന്ന് വിവരങ്ങൾ വരുന്നത്. ബഹ്റൈനിൽ ഇന്ന് രാവിലെ 2 തവണയാണ് ഈ സൈറൺ മുഴങ്ങിയത്. അതിനുശേഷം ഇപ്പോഴും അവിടെ ഈ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടുത്തെ അതോറിറ്റികൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ സേന ആക്രമണങ്ങളെ ചെറുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് സ്ഥലങ്ങളുടെ ഈ കണക്കെടുക്കുമ്പോൾ സൗദിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ UAE-യിൽ ഈ അപകടത്തിൽ പെട്ടവർ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ എണ്ണം അത് 141 മാറിയിരിക്കുന്നു എന്നുള്ളത് ആശങ്ക ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു 14 ദിവസത്തിനിടെ 141 എന്ന് പറയുമ്പോൾ ഒരു പ്രതിദിനം 10 പേർക്കെങ്കിലും ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് ആശങ്ക ഉയർത്തുന്ന ഒരു വിവരം തന്നെയാണ്. മറിച്ച് മറ്റൊന്ന് എന്നുള്ളത് ഈ ഡ്രോൺ ആക്രമണങ്ങളുടെ രംഗങ്ങൾ ചിത്രീകരിച്ചവരിലേക്ക് UAE-യിൽ അറസ്റ്റ് നീളുന്നുണ്ട്. അത് 45 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. അബുദാബിയിൽ നിന്നാണ് 45 പേർ അറസ്റ്റിലായിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൽ 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി ഈ വ്യാജ AI വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ഡ്രോൺ ആക്രമണങ്ങളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും ഒക്കെ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ച് അത് സർക്കുലേറ്റ് ചെയ്യുന്നവർക്കുമെതിരെ കൃത്യമായ നടപടി എടുക്കാനുള്ളൊരു നീക്കം അത് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. പൊതുവെ ഒമാനിൽ എടുത്തു നോക്കിയാൽ കാര്യമായിട്ടുള്ള ഒരൊറ്റ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഒമാനിൽ നിന്ന് വരുന്ന വിവരം. അതുപോലെ തന്നെയാണ് ഈ മറ്റ് സ്ഥലങ്ങളിലെയും സൗദി അറേബ്യ മാറ്റി നിർത്തി കഴിഞ്ഞാലുള്ള മറ്റ് സ്ഥലങ്ങളിലും കാര്യമായിട്ടുള്ള ഒരു ആക്രമണം പുലർച്ചെ കാണുന്നില്ല. എന്തായാലും അത് ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് SKN. ഓക്കെ, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.